എന്താ ശരിക്കും പെർഫെക്റ്റ് ജോ ലൈൻ? അതിനെങ്ങനെ പറയാ? ഓക്കെ, ജോ ലൈൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ ദർ ഷുഡ് ബി എ ഡെഫിനേഷൻ ബിറ്റ്വീൻ യുവർ ചീക്ക് ഓക്കെ ആൻഡ് യുവർ നെക്ക്. അതായത് ഒരു നമ്മളുടെ കവിളും കഴുത്തും തമ്മിൽ ഒരു ഡിഫൈനിങ് ഏരിയ വേണം. ബേസിക്കലി എന്താണ്? ലൈറ്റ് ആൻഡ് ഷാഡോ. ലൈറ്റ് വീഴുന്നു, ഷാഡോ താഴെ കാണാൻ പറ്റണം. അതാണ് അതിൻ്റെ ഇത് വന്നത്. ഷാഡോ കാണുന്നുണ്ടെന്ന് വെച്ചാൽ കാണാൻ ഭംഗിയായിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അതാണ് ബാക്കത്തെ 1/3 ഇമ്പോർട്ടൻറ്റ്. ദർ ഷുഡ് ബി എ ഡെഫിനേഷൻ ബിറ്റ്വീൻ ദറ്റ്. സെൻറ്ററിലോട്ട് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ആക്ച്വലി നിങ്ങൾ വലിച്ചു നോക്കിയാൽ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ സെൻറ്ററിൽ ഞങ്ങൾ കൈ പിടിച്ച് ഇവിടെ വലിച്ചു വെച്ച് ഇത് അനങ്ങും, ഫ്രണ്ടിലോട്ട് വന്ന് വലിച്ചു വെച്ച് ഇവൻ അനങ്ങില്ല. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലിഗമെൻ്റ് ഉണ്ട്, മാൻഡിബുലാർ ലിഗമെൻ്റ് ഉണ്ട്, അതിൻ്റെ ബാക്കിൽ ലിഗമെൻ്റ് ഇല്ല. ഓക്കെ, ആ ലിഗമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഇവൻ മെല്ലെ വിത്ത് ഏജ് ഇത് മെല്ലെ തൂങ്ങി വരും. അപ്പൊ ഇവിടെ വന്ന് ഇവൻ താഴത്തോട്ട് വരും, പിന്നെ മേളിലോട്ട് ഒരേ ലൈനിലോട്ട് വരും. അപ്പൊ ഒരേ ലൈനിലായിരിക്കില്ല. ഐഡിയൽ ജോ ഷുഡ് ബി ഇൻ വൺ സിംഗിൾ ലൈൻ. മനസ്സിലായില്ലേ? അപ്പൊ അത് അങ്ങനെ താഴത്തോട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഒന്നുകിൽ സർജിക്കലി കറക്റ്റ് ചെയ്യാം, നോൺ സർജിക്കലി കറക്റ്റ് ചെയ്യാം. സർജിക്കലി കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നെക്ക് ലിഫ്റ്റ് ചെയ്യും, ഫേസ് ലിഫ്റ്റ് ചെയ്യും, അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. നോൺ സർജിക്കലി ഓർ സിംപ്ലർ തിങ്സ് ആർ ഫാറ്റ് ലൈപ്പോസക്ഷൻ. ഇവിടുത്തെ കൊഴുപ്പിന് നമ്മൾ ചെറിയ ലൈപ്പോസക്ഷൻ ചെയ്തിട്ട് ഇവിടുത്തെ കൊഴുപ്പിനെ എടുത്ത് മാറ്റും. ഇവിടെ ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ ആ കൊഴുപ്പ് എടുത്ത് മാറ്റും. അപ്പോൾ നമുക്ക് ജോ ലൈൻ താഴത്തെ ആ ഏരിയ നന്നായിട്ട് സക്ക് ചെയ്തെന്ന് വെച്ചാൽ നല്ല ജോ ലൈൻ ഫോംസ് ചെയ്യും. പ്ലസ് ഇപ്പോൾ നമുക്ക് എനർജി ബേസ്ഡ് ഡിവൈസസ് ഉണ്ട്. എനർജി ബേസ്ഡ് ഡിവൈസസ് എന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി ഒക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ലിഗമെൻസിനെ ടൈറ്റ് ആക്കും, സ്കിന്നിനെ ടൈറ്റ് ആക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ നല്ല ഡബിൾ ചിന്നുള്ള ആള് സർജറി ഒരു ചെറിയ സർജറി എന്നൊന്നും പറയാൻ മാത്രമൊന്നുമില്ല. നമ്മൾ ലോക്കൽ അനസ്തീസിയയിലാണ് ഫുൾ ചെയ്യൽ. ചെറിയ ദ്വാരത്തിനകത്ത് കൂടെയാണ് സക്ഷൻ ചെയ്യുന്നത്. അതിനകത്ത് കൂടെ എനർജി ബേസ്ഡ് ഡിവൈസും കൊടുക്കുന്നത്. അത് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ഇന്ന് പോസ്റ്റ് ഓപ്പ് തന്നെ അവർ എണീറ്റ് നോക്കുന്ന സമയത്ത് ആ ഇതൊക്കെ പോയി നല്ല ആംഗിളും ഈ സെർവൈക്കോമെന്റൽ ആംഗിളൊക്കെ നന്നായിട്ട് ഡിഫൈൻ ആയിട്ട് വരും. അത് നമ്മുടെ മുഖത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷനെ ബാധിക്കുമോ? ഫേഷ്യൽ എക്സ്പ്രഷനെ ബാധിക്കില്ല. ഇഫ് ഡൺ വെൽ ബാധിക്കില്ല. അത് നമുക്ക് ഒരു മസിൽ ഉണ്ട്, ആ മസിലിന്റെ ബാക്കിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഇങ്ങനെ ലൈൻസ് വരുമല്ലോ, ആ മസിലിന്റെ ബാക്കിലാണ് നെർവ് ഉള്ളത്. അതിന്റെ ഫ്രണ്ടിൽ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ യൂഷ്വലി അതിനൊന്നും ബാധിക്കില്ല. ശരി, ലിപ്പിന് എന്തൊക്കെ എൻഹാൻസ്മെന്റ്സ്? ലിപ്പ് ഭയങ്കര ഇപ്പൊ കോമൺലി ഡൺ ഇപ്പൊ ഇതായി. ഇപ്പൊ ഇതിപ്പോ എസ്പെഷ്യലി വാലന്റൈൻസ് ഡേ ഒക്കെ വന്ന സമയത്ത് ആൾക്കാർക്കൊക്കെ ഒരു 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 ലിപ്പിന് ഭംഗി കൂട്ടണം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. സോ അപ്പോൾ അത് നമ്മൾക്ക് യങ്ങർ പീപ്പിളിന് നമ്മൾക്ക് ആ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ഓൾഡർ പീപ്പിളിന് ആസ് യു സെഡ് വിത്ത് ഏജിങ് നമ്മുടെ ലിപ്സ് ഡീഫ്ലേറ്റഡ് ആയി പോകും. ലിപ്പ് മലയാളത്തിൽ ലളിതമായി പറയാം, അതായത് നമ്മളൊരു ബലൂണിൽ കാറ്റ് ഊതി നിറച്ച ഒരു ബലൂണിൽ കാറ്റ് മെല്ലെ ഇത് വെച്ച് ബലൂണിന്റെ മെല്ലെ സൈസ് കുറഞ്ഞു വരില്ലേ, അതേമാതിരി തന്നെ ഈ ചുണ്ടത്തെ വോളിയം ചുങ്ങി വരും. ഓക്കെ, പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ അപ്പർ ലിപ്പിന്റെ ലെങ്ത് കൂടും, ഹൈറ്റ് കൂടാൻ തുടങ്ങും. അപ്പൊ എന്താ വെച്ചാൽ ഈ ചുണ്ട് മേളിലോട്ട് നിൽക്കുന്ന ചുണ്ട് മെല്ലെ താഴത്തോട്ട് വരാൻ തുടങ്ങും. അതായത് അപ്പർ ലിപ്പ് കാണാണ്ടാവും വയസ്സ് കൂടുന്തോറും. പിന്നെ കുറച്ചും കൂടി നാള് കഴിയുമ്പോഴേക്കും ഇതിലിപ്പോ ഈ നമ്മളെ ലിപ്പിന് കുറേ ഡിഫൈൻഡ് പോയിന്റ്സ് ഉണ്ട്. ഒരു ലിപ്പ് ശരിക്കും നിങ്ങൾ കാണണം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളൊരു ഭരതനാട്യം ആർട്ടിസ്റ്റ് അങ്ങനെ ആരുടെയെങ്കിലും ഒരു മേക്കപ്പ് കഴിഞ്ഞു കണ്ടു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അപ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്നത് ലിപ്പിന്റെ ആ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ലിപ്പിന്റെ ഏറ്റവും മേൾ ഭാഗത്ത് നമ്മളൊരു വൈറ്റ് റോൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ആ വൈറ്റ് റോൾ ഇങ്ങനെ ഒറ്റ ലൈനല്ല, അത് മേളിലോട്ട് വന്ന് പീക്ക് ചെയ്ത് അതിന് ക്യൂപ്പിഡ്സ് ബോ എന്ന് പറയും. ക്യൂപ്പിഡ് എന്ന് പറയുന്ന വെച്ചാൽ തന്നെ ഈ പ്രണയത്തിന്റെ മാലാഖമാരെയാണ് ക്യൂപ്പിഡ്. ആ ക്യൂപ്പിഡ് അതന്നെ, ആ അമ്പാണ് അമ്പല്ല വില്ലാണ് ഇവിടെ അതെ ബോ ആണ്, ക്യൂപ്പിഡ്സ് ബോ. അത് മേളിലോട്ട് വരുന്നു, അതിന്റെ പിന്നെ താഴത്തോട്ട് വരുന്നു, പിന്നെ താഴത്തുനിന്ന് വീണ്ടും പൊങ്ങി വന്ന് ഇങ്ങോട്ട് വരുന്നു. അതിനാണ് ക്യൂപ്പിഡ്സ് ബോ എന്ന് പറയുന്നത്. ആ ക്യൂപ്പിഡ്സ് ബോ ഡിഫൈൻ ആവണം എന്ന് വെച്ചാൽ അതിന്റെ മേളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു ലൈറ്റ് കളർ ഒരു സംഗതി ഉണ്ട്. ആ ലൈറ്റ് കളർ സാധനത്തിനാണ് നമ്മൾ വൈറ്റ് റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ആണ് ഏറ്റവും അത് നന്നായിട്ടുണ്ടെന്ന് വെച്ചാൽ അവരുടെ ലിപ്പിന് കാണാൻ ഭയങ്കര ഇതാണ്. നമ്മൾ ഭയങ്കര അട്രാക്റ്റീവ് ലിപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ആളിനെ നോക്കുന്ന സമയത്ത് ആളുടെ ലിപ്പായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവുന്നത്. ഓക്കെ, രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മേളില് ഈ 2 ലൈൻ ഉണ്ട്, ഫിൽട്രൽ കോളംസ് ഉണ്ട്, 2 ലൈൻസ് ഉണ്ട്, 2 ഒരു മൂക്കിന്റെ അങ്ങോട്ടേക്ക് ഡയറക്റ്റഡ് ആയിട്ട് 2 ലൈൻസ് ഉണ്ട്. ആ ലൈൻസ് വിത്ത് ഏജിങ് അത് ആ
ആ ഒരു ഷാർപ്നെസ് ഒക്കെ പോവും, അതൊക്കെ ഡെഫിനിഷൻ പോവും. പിന്നെ ഇതിന്റെ അപ്പർ ലിപ്പിന് നേരെ സെൻട്രൽ ഒരു ട്യൂബർക്കിൾ ഉണ്ട്, അതൊരു വോളിയൂം വരണം. ഈ അപ്പർ ലിപ്പിന്റെ താഴ്ഭാഗമുണ്ട്, കീഴ്ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു ലൈൻ അല്ല, അത് ആക്ച്വലി ഇങ്ങോട്ട് മേളിലോട്ട് വന്ന് താഴ്ത്തോട്ടൊന്ന് വന്ന് പിന്നെയും മേളിലോട്ട് വന്ന് അങ്ങനെ ആ ഒരു ചെറിയൊരു കുനിപ്പ് അവിടെ വേണം. അതൊക്കെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി തരുന്നത്, അതാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ ഒരു ഇതുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ലിപ്പ് അട്രാക്റ്റീവ് ആണെന്ന് പറയും. ഇപ്പൊ ഞാനിപ്പോ ആരുടെ അടുത്തെങ്കിലും ഒരു കോമൺ പേഴ്സൺ എടുത്ത് എന്ത് അവരുടെ ലിപ്പ് ഒന്ന് കൊള്ളാല്ലേ, അപ്പൊ കൊള്ളാം കൊള്ളാം, എന്താ കാരണം? അത് കാണാൻ ഭംഗിയുണ്ട്, എന്താണെന്നറിയില്ല, പക്ഷെ ഇതൊക്കെയാണ് ആ ഭംഗി വരുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിനെ അതിലോട്ട് ആകർഷിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് സർജറി അല്ലാണ്ട് ഇഞ്ചെക്ഷൻസിൽ നമുക്കത് ചെയ്യാം. അപ്പൊ അത് ഭയങ്കര ഒരു ഏരിയ റിക്വയർമെന്റ് വരുന്ന ഏരിയ. അപ്പൊ വാലന്റൈൻസ് ഡേക്ക് ഇങ്ങനെയാണോ പറയാ, അതായത് എനിക്കൊരു കാമുകനുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു കാമുകിയുണ്ട്, എന്റെ ചുണ്ടുകൾ ഭയങ്കര ഭംഗിയായിരിക്കണം, അത് അങ്ങനെയാണോ അവരുടെ? അവിടുന്നില്ല എനിവേ, ബട്ട് സീ ഇറ്റ് ഇസ് ലൈക്ക് ഓരോ ആൾക്കാരുടെ ആവശ്യങ്ങളാണ്. വാലന്റൈൻസ് ഡേക്ക് ഇങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടാവുന്നു. ഇപ്പൊ ചോക്ലേറ്റ്സിനും ഫ്ലവേഴ്സിനും ഒക്കെ ഉണ്ടായിരുന്നു അറിയായിരുന്നു, ഇത് വളരെ പുതിയൊരു. പല ആൾക്കാരും അവരുടെ പാർട്ട്നേഴ്സിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന സാധനമാണ് ചുണ്ടിന് വരുന്ന സർജറി അല്ലേ? സർജറി അല്ല, ഇറ്റ്സ് ഓൾ ഇഞ്ചെക്ഷൻസ്. ഇറ്റ് ഇസ് ഓൺലി മാറ്റർ ഓഫ് എന്താണ് പറയുന്നത് 10 മിനിറ്റ്സിന്റെ പരിപാടിയുള്ളൂ. 10 മിനിറ്റിൽ നിങ്ങൾക്ക് ഒരു ചുണ്ടിനൊരു ഭംഗി വെക്കാമെങ്കിൽ. പ്രണയിനിക്ക് അല്ലെങ്കിൽ കാമുകന് അല്ലെങ്കിൽ കാമുകിക്ക് ചുണ്ടുകൾ സമ്മാനിക്കുന്ന അതന്നെ വാലന്റൈൻസ് ഡേ. അപ്പൊ ഐദർ വാലന്റൈൻസ് ഡേ ആയിരിക്കും, അല്ലെ അവരുടെ ബർത്ത്ഡേക്ക് ആയിരിക്കും. അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറെ പേരുണ്ട്. മൂക്കിന് കാലാകാലമായിട്ട് ആൾക്കാർക്ക് ഏറ്റവും ഫാന്റസി ഉള്ളൊരു അവയവമാണ് മൂക്ക്. ഷാർപ്പ് നോസ്. സോ നോസിന് പല കാര്യങ്ങളുണ്ട്. ഷാർപ്നെസ് എന്ന് പറഞ്ഞു വെച്ചാൽ വാട്ട് ഡു യു മീൻ ബൈ ഷാർപ്നെസ്? ഷാർപ്നെസ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു വെച്ചാൽ അതും ഈ ലൈറ്റാണ് അതിന്റെ ഒരു വലിയൊരു കഥാപാത്രം. കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് വീഴുന്ന സമയത്ത് നമ്മുടെ മൂക്കിന്റെ മേളിൽ 2 ലൈൻസ് വീഴും, 2 സൈഡ്, അപ്പുറത്തും ഇപ്പുറത്തും 2 സൈഡിലും ലൈറ്റ് എന്ന് വെച്ചാൽ 2 സൈഡിൽ ലൈൻ വീഴും. ആ 2 ലൈനും ശരിക്കും പറഞ്ഞു വെച്ചാൽ അത് ഐബ്രോയില് കണക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഐബ്രോ ആണ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ്. കാരണം വെച്ചാൽ ഈ ഐബ്രോ ആ ഒരു പ്രത്യേക രീതിയിലാണ്, അത് നമുക്ക് വരാം. ആ ഐബ്രോ ഷുഡ് കണ്ടിന്യൂ ഇൻ ടു ദ ഡോർസൽ എസ്തെറ്റിക് ലൈൻ. അതായത് മൂക്കിന്റെ ഐബ്രോന്ന് ഇങ്ങനെ വന്ന് മൂക്കിന്റെ മേളത്തെ ഡോർസൽ എസ്തെറ്റിക് ലൈനിൽ വന്ന് ജോയിൻ ചെയ്ത് അതിങ്ങനെ താഴത്തോട്ട് വന്ന് ഡൈവേർജ് ചെയ്യണം. അപ്പൊ മേളിൽ ഇതിന്റെ വിഡ്ത്ത് 8 millimeter ആയിരിക്കാം, താഴത്തോട്ട് വരുമ്പോഴേക്കും ഇറ്റ് വിൽ ബി മോർ ദാൻ 1 centimeter ആയിരിക്കും. അങ്ങനെ കണക്കുകളുണ്ട്. ആ കണക്കുകൾ ഇത് ചെയ്തെന്ന് വെച്ചാൽ ആ നോസ് ആ സപ്പോസ് ടു ലുക്ക് മോർ ബ്യൂട്ടിഫുൾ. അപ്പൊ അത് പല ആൾക്കാർക്കും ഉണ്ടായിരിക്കും. പല ആൾക്കാർക്കും ഫങ്ഷണൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഫങ്ഷണൽ ഇഷ്യൂസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ വളഞ്ഞിട്ടായിരിക്കും, പാലം വളഞ്ഞിട്ടായിരിക്കും, ഫങ്ഷണൽ പ്രോബ്ലം ആണ്. ദ്വാരം വലുതാവുന്നതൊക്കെ ഫങ്ഷണൽ ഇഷ്യൂ വരുന്നതാണ്. അതില്ല, ദ്വാരം വലുതാവുന്നത് മിക്കവാറും കഞ്ചനറ്റൽ ജനിക്കുമ്പോഴേ അങ്ങനെയായിരിക്കും, ആ മൂക്കിന്റെ ഷേപ്പ് അങ്ങനെയായിരിക്കും. അപ്പൊ ഈ ഫങ്ഷണൽ പ്രോബ്ലം എന്ന് വെച്ചാൽ സാധാരണ DNS, ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം. അപ്പൊ അത് വെച്ചാൽ ബ്രീത്തിങ്ങിന് പ്രോബ്ലം ഉണ്ടാവും, അലർജി, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്തും ആൾക്കാർക്ക് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യണം താല്പര്യം ഉണ്ടാവും. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ആ മേളിൽ പുറത്ത് കാണുന്ന സാധനമൊക്കെ ഒന്ന് റെഡിയാക്കി തരാൻ പറ്റുമോ,